പ്രിയമുള്ളവരെ, വായനാവാരം, വായനാ പക്ഷാചരണം എന്നീ രീതികളിൽ പാർമൽ ഗ്രന്ഥാലയം ആൻഡ് വായനശാല വായനാ ആഘോഷ പരിപാടികൾ നടത്തി വരാറുണ്ട്. ഇത്തവണ വായനാ വസന്തം എന്ന പേരിൽ മാസാചരണമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വായനയെ കാലങ്ങൾക്കുള്ളിൽ തളച്ചിടാൻ കഴിയില്ലെങ്കിലും ചില തുടക്കങ്ങൾക്ക് അത് പ്രചോദനമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. 5 വർഷങ്ങളോളമായി 15 പുസ്തകങ്ങൾ 15 ദിവസങ്ങളിലായി ലൈബ്രറിയുടെ വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പരിചയപ്പെടുത്തുന്ന വിബ്ജ്യൂർ എന്ന പരിപാടി നടത്തി വരാറുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പവിത്രയുടെ നേതൃത്വത്തിൽ സർഗസഞ്ചാരം എന്ന പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഗ്രന്ഥകർത്താക്കളുടെ രചനാ വഴികളിലേക്കുള്ള ഒരു എത്തിനോട്ടവും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ തന്നെ പുസ്തകവും പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണിത്. ഞാൻ വിനോദ് അഴിഞ്ഞിലം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ ശാസ്ത്രാധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് വായിക്കുകയും ലേഖനങ്ങൾ വായിക്കുകയും ചെയ്യാറുണ്ട്. അതിനെ തുടർന്നാണ് പരിസ്ഥിതി ശാസ്ത്ര വിഷയങ്ങളിൽ എഴുതാൻ തയ്യാറായിട്ടുള്ളത്. ഇതേ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റേഡിയോ പ്രഭാഷണങ്ങളും നടത്താറുണ്ട്. കേരള വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധപ്പെടുത്തുന്ന വിദ്യാരംഗം മാസികയിൽ തുടർച്ചയായിട്ട് ലേഖനങ്ങളും വരാറുണ്ട്. പത്രങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പതിപ്പുകൾ തയ്യാറാക്കുന്നത് അറിയാമല്ലോ. മാതൃഭൂമിയുടെ വിദ്യ, ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം, മനോരമയുടെ പഠിപ്പുര എന്നീ പതിപ്പുകളിൽ ധാരാളം ലേഖനങ്ങളും ഫീച്ചറുകളും വന്നിട്ടുണ്ട്. എൻ്റെ ബഹുമാന്യ സുഹൃത്തും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ VM ഗോപാലകൃഷ്ണൻ നിർബന്ധ ബുദ്ധിയിൽ പറഞ്ഞതിന് ശേഷമാണ് അതുവരെ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനങ്ങൾ സമാഹരിച്ച് പരിസ്ഥിതി ജീവിതം, ശാസ്ത്രത്തെ അറിയുക എന്നീ 2 പുസ്തകങ്ങൾ പിറവിയെടുത്തത്. കോഴിക്കോട്ടെ പ്രോഗ്രസ് പബ്ലിഷേഴ്സ് ആണ് അതിൻ്റെ പ്രസാധകർ. ഇതിനുശേഷം 2 പുസ്തകങ്ങൾ എഡിറ്റിംഗ് നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. കൊടൽ ഗവൺമെന്റ് UP സ്കൂളിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചിങ് എയ്ഡ്സ്, പരീക്ഷണങ്ങൾ, പ്രോജക്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുകയും A ഗ്രേഡ് ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 100 പരീക്ഷണങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും മാതൃഭൂമി ബുക്സിന്റെ ചാർജുള്ള ശ്രീ നൌഷാദിന് അയച്ചു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹം അത് പരിഗണിക്കാമെന്ന് പറഞ്ഞതോടൊപ്പം മേടങ്കൂരിയെ കുറിച്ച് ഒരു പുസ്തകം രചിക്കാമോ എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. മാതൃഭൂമിയെ പോലെയുള്ള